നമുക്ക് ഇന്ന് PCCST 205 സെറ്റ്സ് എന്ന ഭാഗം നോക്കാം. അതിൽ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് യൂണിയൻ ആണ്, union of sets. Okay, so we have a universe set 1 2 3 4 5 6 7 8 9 10, and a set, let A is equal to set 1 2 3, B is equal to set 3 4 5. അങ്ങനെയാണെങ്കിൽ A യൂണിയൻ B is equal to A യൂണിയൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സ് ആൻഡ് B എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സ്, അത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നതാണ് നമ്മൾ A യൂണിയൻ B എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് എയിൽ എലമെന്റ്സ് 1 2 3, സെറ്റ് ബിയിലുള്ള എലമെന്റ്സ് 3 4 5. അപ്പോൾ 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു തവണ എഴുതിയാൽ മതി. ബാക്കിയുള്ളത് 4 5. A യൂണിയൻ B is equal to 4 5. നെക്സ്റ്റ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി, ഇതാണ് സിമ്പിള്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എയിൽ 1 2 3 ആണുള്ളത്, ബിയിൽ 3 4 5 ആണുള്ളത്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 3 ആണുള്ളത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് അപ്പം എന്താ? സെറ്റ് 3. നെക്സ്റ്റ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിൽ ഇല്ലാത്തതും അതിൻ്റെ യൂണിവേഴ്സിൽ ഉള്ളതും, എ എന്ന് പറയുന്ന സെറ്റിൽ ഇല്ലാത്തതും യൂണിവേഴ്സിൽ ഉള്ളതും, അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. എ കോംപ്ലിമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1 2 3. അപ്പം എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എയിലില്ലാത്ത എലമെന്റ്സ് യൂണിവേഴ്സിലുള്ള എലമെന്റ്സ്. എയിലില്ലാത്ത എലമെന്റ്സ് ഏതൊക്കെയാ? 4 5 6 7 8 9 10. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്താണ്? 4 5 6 7 8 9 10. ഇതാണ് എ കോംപ്ലിമെന്റ്. ഫോർത്ത് ഓപ്പറേഷൻ ആണ് ഡിഫറൻസ്. നമ്മൾ എ മൈനസ് ബി എന്നാണ് നൊട്ടേറ്റ് ചെയ്യുക. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ്, എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ്. അപ്പോൾ എയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? സെറ്റ് 1 2 3. ബിയിലുള്ളത് ഏതാ? 3 4 5. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താവും? എയിൽ നിന്നും ബിയിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടുള്ള സെറ്റ്. അപ്പം എന്തായിരിക്കും? സെറ്റ് 1 2. ഇതാണ് എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ എന്ത് വരും? ബിയിലുള്ളതും എയിലില്ലാത്തതും. അത് ഏതൊക്കെയാ? 3 4 5 ആണ് ബിയിലുള്ളത്, എയിലുള്ളത് 1 2 3 ആണ്. അപ്പോൾ ബി മൈനസ് എ എന്തായിരിക്കും? ബിയിൽ നിന്നും എ കുറച്ചിട്ടുള്ളത്. ഓക്കെ, ഡിമോർഗൻസ് ലോസ് ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഡിമോർഗൻസ് ലോസ് ഫോർ സെറ്റ്സ് അതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രൂവ് ദാറ്റ് A union B whole complement is equal to A complement intersection B complement. ഇതാണ് ആദ്യത്തെ ഡിമോർഗൻസ് ലോ ഫോർ സെറ്റ്സ്. അപ്പോൾ ഇത് നമുക്കൊന്ന്
പ്രൂവ് ചെയ്ത് നോക്കാം. പ്രൂഫ്. അപ്പം നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റിലുള്ള എലമെൻറ്റ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിൽ ഉണ്ടെന്ന് കാണിക്കും. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിലുള്ള എലമെൻറ്റ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റിൽ ഉണ്ടെന്ന് കാണിക്കും. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം. ലെറ്റ് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ ബി. എക്സ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എക്സ് എ യൂണിയൻ ബിയിലില്ല എന്നാണ്. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ ഓർ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എക്സ് ഒന്നെങ്കിൽ എയിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവില്ല. എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ്. ഓറിൻ്റെ ഓപ്പോസിറ്റ് എന്താവും? ആൻഡ് ആവും. എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെൻറ്റ്. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെൻറ്റ്. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് അസ്യൂം ചെയ്തത്? എക്സ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. നമ്മൾ എങ്ങോട്ട് എത്തിച്ചേർന്നു? എക്സ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിലേക്കാണ് ഉള്ളതാണെന്ന് നമ്മൾ എത്തിച്ചേർന്നു. അപ്പം ഇതിനെ നമ്മൾ എന്ത് മീൻ ചെയ്യും? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ എന്താ അസ്യൂം ചെയ്യാൻ പോകുന്നത്? ലെറ്റ് y ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. y എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതിൻ്റെ മീനിങ് എന്താ? y belongs to a complement and y belongs to b complement. y belongs to a complement intersection b complement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് y belongs to a complement and y belongs to b complement. y belongs to a complement എന്ന് പറഞ്ഞാൽ മീനിങ് എന്ത് വരും? y does not belongs to a or y belongs to b complement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y does not belongs to b, which implies y does not belongs to a union b. That means y belongs to a union b whole complement. അപ്പോൾ നമ്മൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിലുള്ള എലമെൻ്റ് ആണ് y. അത് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റിലുണ്ടെന്ന് കാണിച്ചു. ഇതിൻ്റെ മീനിങ് എന്താ? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഇക്വേഷൻ നമ്പർ 2. From equation number 1 and equation number 2 we can say that from equation number 1 and equation number 2 we can say that A union B whole complement is equal to A complement intersection B complement. So this is the De Morgan's law for sets. ഇനി അടുത്ത De Morgan's law ഉണ്ട്. അതെന്ന് പറയുന്നത് prove that A intersection B whole complement is equal to A complement union B complement. Proof നോക്കാം. സിമിലർ പ്രൂഫ് തന്നെയാണ്. നമ്മൾ എന്താ അസ്യൂം ചെയ്യും? ലെറ്റ് x belongs to A intersection B complement, which means x does not belongs to A intersection B, which means x does not belongs to A
and x does not belongs to B. X does not belongs to A means x belongs to A complement, or x belongs to B complement. That means x belongs to A complement union B complement, which implies A intersection B whole complement is a subset of A complement union B complement. Equation number 1. Similarly, let Y belongs to A complement union B complement, which implies Y belongs to A complement or Y belongs to B complement, which implies Y does not belongs to A and Y does not belongs to B, which implies Y does not belongs to A intersection B whole complement. That is, A complement union B complement is a subset of A intersection B whole complement. Equation number 2. From equation number 1 and equation number 2, we have A intersection B whole complement is equal to A complement union B complement.